അപകട സമയം വിമാനത്തിന്റെ വേഗത ഉൾപ്പെടെ കണക്കിലെടുക്കുമ്പോൾ ഇത്തരമൊരു സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് വിദഗ്ധർ പറയുന്നത്. ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ പക്ഷി ഇടിച്ചതാണ് നിശ്ചിത വേഗത കൈവരിക്കുന്നതിൽ നിന്നും വിമാനത്തെ തടഞ്ഞുവെന്നും തുടർന്ന് അപകടത്തിന് കാരണമായിരിക്കും എന്നാണ് മുൻ സീനിയർ പൈലറ്റായ ക്യാപ്റ്റൻ സൗരഭ് പറയുന്നത്. വിമാനത്തിൽ പക്ഷി ഇടിച്ചതിന്റെ ഫലമായി 2 എഞ്ചിനുകളും പവർ നഷ്ടം ആയതുപോലെ ആയിരുന്നു. വിമാനം ടേക്ക് ഓഫ് മികച്ചതായിരുന്നു. എന്നാൽ ഗിയർ അപ്പ് എടുക്കുന്നതിന് മുമ്പ് വിമാനം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇങ്ങനെ സംഭവിക്കുന്നത് എഞ്ചിൻ പവർ നഷ്ടപ്പെടുമ്പോഴാണ്, അദ്ദേഹം പറഞ്ഞു. വിമാനം നിശ്ചിത വേഗത കൈവരിച്ച് ഉയരാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കുന്നത് ടേക്ക് ഓഫിൽ ഒന്നിലധികം പക്ഷി ഇടിച്ചതിൽ 6-7 മിനിറ്റിനുള്ളിൽ തന്നെ അപകടം സംഭവിക്കാം. വിമാനത്തിന് 11 വർഷം പഴക്കമുണ്ട്. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. വിമാനത്താവളത്തിനപ്പുറം ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് അതിനാൽ പ്രദേശത്ത് പക്ഷികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. വിശദാംശങ്ങൾ പുറത്തു വരാൻ നമുക്ക് കാത്തിരിക്കാം എന്നാണ് വ്യോമയാന സേന വിദഗ്ധൻ സഞ്ജയ് ലാസർ പറയുന്നത്. തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് പൈലറ്റ് കോൾ നൽകിയിരുന്നു. അതിനാൽ തന്നെ അപകടം നടക്കുമെന്ന് പൈലറ്റിന് വ്യക്തമായിരുന്നു. ദുരന്തമുണ്ടാകുമ്പോൾ എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയാണ് സന്ദേശം അയക്കുന്നത്. അഹമ്മദാബാദിൽ സന്ദേശത്തിന് പിന്നാലെ വിമാനം തകർന്നു വീഴുകയാണെന്ന് സൂചന. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള പ്രതികരണം വിമാനം റിസീവ് ചെയ്തിട്ടില്ലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. അഹമ്മദാബാദ് രാജ്യത്തെ നടുക്കിയ ആകാശ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം കുതിച്ചുയർന്നു. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് തീപിടിച്ച് ജീവനക്കാരുൾപ്പെടെ 242 പേര് മരിച്ചതായാണ് വിവരം. ആരെയും രക്ഷിക്കാനായില്ലെന്ന് ഗുജറാത്ത് പോലീസ് സ്ഥിരീകരിച്ചു. മരിച്ചവരിൽ ഒരാൾ മലയാളിയാണ്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ വിജയ് രൂപാണിയും മരിച്ചവരിലുണ്ട്. പത്തനംതിട്ട സ്വദേശിയായ രജിതയാണ് മരിച്ച മലയാളി. UK-യിൽ നേഴ്സായ രജിത 4 ദിവസത്തെ അവധിയിൽ വന്ന് മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വിമാനം വീഴുന്നതിനിടെ കെട്ടിടത്തിൽ തട്ടി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 5 മെഡിക്കൽ വിദ്യാർത്ഥികളും മരണപ്പെട്ടു. അഹമ്മദാബാദ് BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും താമസിച്ചിരുന്ന കെട്ടിടത്തിലാണ് വിമാനം തട്ടിയത്. ഹോസ്റ്റലിലെ നിരവധി പേർക്ക് പരിക്കേറ്റ് ചികിത്സയിലാണ്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട 11 വർഷം പഴക്കമുള്ള എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 വിമാനമാണ് തകർന്ന് വീണത്. ടേക്ക് ഓഫിന് പിന്നാലെ ഉച്ചയ്ക്ക് 1:38-നാണ് അപകടം ഉണ്ടായത്. 5 മിനിറ്റുകൾക്കുള്ളിൽ 15 കിലോമീറ്റർ അകലെ വിമാനം വീഴുകയായിരുന്നു. അതോടെ വിമാനം തീഗോളമായി കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. രക്ഷാപ്രവർത്തനം കൊണ്ട് ഫലമുണ്ടായില്ല. പോലീസും അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്ത്യൻ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്.